ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? നടിയിലുമല്ല പൂക്കള കാണിക്കലൊന്നുമല്ല, വിളവെടുപ്പുണ്ട്. ഇന്ന് ഞാനിത് കർക്കിടക മാസമാണല്ലോ. കർക്കിടക മാസത്തിലൊരു പത്തിലത്തോരനുണ്ട്. കർക്കിടക മാസത്തിലാണല്ലോ നമ്മൾ തടി പോറ്റുന്ന മാസം, മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ആ പത്തിലത്തോരൻ ഞാൻ എൻ്റെ പറമ്പ് നിന്നിങ്ങനെ പറിക്കാൻ പോവുക. എന്തൊക്കെയാണ് പത്തിലത്തോരൻ, 10 ഇല ഏതൊക്കെയാണ്, 10 തരം, അതായത് 10 ഇല അല്ല കേട്ടോ, 10 തരം ഇലകൾ ഏതൊക്കെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ നിങ്ങളെ വീട്ടിലും അത് ഉണ്ടാവും. കർക്കിടക മാസത്ത് കഴിക്കേണ്ടതാണ്. നല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുക മെയിനായിട്ടുള്ളത്. എന്നാൽ നമുക്ക് പോയി അങ്ങനെ തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങിയതാണ്. മഴ എത്തിയ നേരം കുറച്ച് കുറവുണ്ട്. അപ്പം നിങ്ങൾ പുറത്തിറങ്ങി നോക്കട്ടെ എന്തൊക്കെ ഇലകളുണ്ട് എന്നുള്ളത്. നിങ്ങൾക്കും കാണാലോ, ഞാൻ വിളിക്കുന്നുണ്ട്. ഫസ്റ്റിൽ തന്നെ കുമ്പളം. നിങ്ങൾ കുമ്പളം എന്നല്ലേ പറയുക, അല്ലെ പൂതനെന്നോ? കുമ്പളത്തിൻ്റെ ഇല പറിക്കുക. തുടങ്ങുക. ബിസ്മില്ലാഹിർ. തളിര വേണ്ടത് കേട്ടോ. അത് പിന്നെ തളിര തന്നെയാ. നോക്കട്ടെ, തളിരിതാ അവിടെ. എല്ലാം 10 തരം ഇലകളാണ്. അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ഇതാ കണ്ടോ, ഇതിൻ്റെ ഇല നോക്ക്, ഒരു രോമ, നിറയെ രോമം. അങ്ങനെ ഞാൻ ഇത് പറിക്കാൻ വന്നപ്പോൾ തോട്ടത്തിലേക്ക് ഇന്നൊന്ന് വന്നാൽ എൻ്റെ തോട്ടം ഞാൻ പൊന്നുപോലെ കൊണ്ടെടുക്കലേന്. മഴയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയില്ല. നോക്ക്, ഏലം കായ്ച്ച കണ്ടിട്ട് നിങ്ങൾ എന്താ ഏലം കണ്ടോ? നിമ്മലൊക്കെ വള്ളി വന്നിട്ടോ ഇവരെ ഉപദ്രവിക്കാൻ കണ്ടോ വരുന്നേ. ഏതാ മുതൽ ഇതാ. അടുത്തത് ഞാനൊരു കാട്ടിലാണെന്ന് വിചാരിക്കും നിങ്ങളില്ലേ. ഇത് ഞാൻ എൻ്റെ പൊന്നു പോലെ നോക്കുന്ന തോട്ടേനു. മഴ പിടിച്ചിട്ട് വരാണ്ടായി വെക്കുമ്പോൾ അടുത്തത് മത്തനില്ല. ഇതാ മത്തൊക്കെ തളിരാ വേണ്ടത്. നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം 10 ഇല എന്ന് പറഞ്ഞ് തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് 10 ഇവിടുന്ന് കിട്ടുന്നില്ലേ. ഇതാ 10 ഇല മത്തൻ്റെ ഇല. ഇതിനും വലുതുണ്ട്. അടുത്തത് കൊടിത്തുവ. അത് നിങ്ങളെന്താ പറയുക? നല്ല ചൊറിത്തുവ. കയ്യിലൊക്കെ നല്ല ചൊറിയു. ശ്രദ്ധിക്കണം. എന്താ അതൊക്കെ തോട്ടത്തിൽ നമ്മൾ അലക്ഷ്യമായി തോട്ടം ഇടുന്നവരെ തോട്ടത്തിലാണ് ഇത് നിറച്ചുണ്ടാൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അലക്ഷ്യം ഇടുന്ന തോട്ടമാണ്. അല്ല കേട്ടോ, ഞാൻ പണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മരുന്നടിച്ച് പോക്കല. എല്ലാവർക്കും മരുന്നടിക്കാൻ തോട്ടത്തിൽ അനുവദിക്കൂല. അവിടേക്ക് മരുന്ന് വരെ തന്നെ ചെയ്ത് അറിയും ഞാൻ. ഇവിടേക്ക് എൻ്റെ പലതും ഉണ്ട്. ഇതാ കൊടുത്തു അത് ചൊറിയും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ലൊരൗഷധമാണ്. ഇതവിടെ ഒക്കെ ഉണ്ട്. ഇതൊന്നും നട്ടതല്ല കേട്ടോ, ഇതൊന്നും നട്ടതല്ല. പേടിയാകുക ചൊറിയോ എന്നുള്ളതാ. അതുമായി സൈഡ് നിൽക്കട്ടെ. അപ്പോഴത്തേത് പിന്നെ ചേന തൻ്റെ തൊട്ട് വേക്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ തന്നെ നട്ടത്. അത് കൂമ്പ ഇങ്ങനെയാണ് എടുക്കുക. കൂമ്പ ഇതിപ്പോൾ അടുത്ത് വിരിഞ്ഞതാ. ഒന്നും അധികം വേണ്ട, എല്ലാം ഒരു സമാസമം. ഒന്നധികം ഒന്ന് കുറവൊന്നും വേണ്ട. എന്താ ചേനൻ്റെതും ഇപ്പം 4 ആയി. എന്താ എൻ്റെ ചേനൻ്റെ സൈഡിൽ നിന്ന് പൊട്ടിച്ചിടാം. ഇതെൻ്റെ ഒരു തരം താളല്ല, എന്നാലോ ചീരച്ചേമ്പും അല്ല ചേമ്പും അല്ലാത്തൊരു സൈസാണ്. നല്ലത് തളിര വേണ്ടത്. ഇതിൻ്റെ ഒരു വലുപ്പം നോക്ക്. എന്താ ഇനി അങ്ങനെ തോന്നുന്നു. എൻ്റെ ചീര ഞാൻ മെല്ലെ തൊട്ടുള്ളൂ. എൻ്റെ കൊടുത്തു ചൊറിഞ്ഞു കേട്ടോ. എവിടൊക്കെ ശ്രദ്ധിക്കണത്. അതിൻ്റെ ഇടയിൽ കൊതുകുണ്ടാവും. തോട്ട ഇപ്പം 5 നോക്കട്ടെ. ഇനി നമുക്കിതെല്ലാം നമ്മൾ പറിച്ചിട്ട് തോട്ടത്തിൽ നിന്ന് നമ്മളെ കാന്താരിയും പറിച്ചെടുക്കുക. എന്മാതിരി അതാണ് ഒറിജിനൽ കാന്താരി കേട്ടോ. ഇതാ ഈ തോട്ടത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഇതാ കാന്താരിയും പറിച്ചെടുത്തു. അൽഹംദുലില്ലാ എന്ന് പറയല്ലേ. നമ്മളിപ്പോൾ അധ്വാനിച്ചിട്ട് പഠിച്ചവൻ്റെ ഒരു കുതിരത്ത് തന്നെ പറയാം. നമ്മൾ ഓരോ നട്ടുപിടിപ്പിച്ച് ഉണങ്ങിപ്പോയി മഴ പെയ്തപ്പോൾ അതിശക്തി എമ്മാതിരി പൂർവാധികം ശക്തിയോടുകൂടി ഇതൊക്കെ മുളച്ചുണ്ടായിട്ടോ. അപ്പോൾ നമുക്ക് പത്തിലത്തോരന് ഒരു നേരമൊന്നും അല്ല, കർക്കിടം തീരുന്നവരേക്ക് വെക്കാൻ മാത്രം പഠിച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട്. ചെടി വിരാണ്ട് തലക്ക് പിടിച്ചതുകൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വേറെ ഒരു ഏലം കാണിക്കുന്ന കേട്ടോ. എനിക്ക് 1,50,000 മേലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് കൂടുതലും ലേഡീസാണ്. അതും എൻ്റെ ഏജുള്ളവരാണ്. അവർക്കൊക്കെ നടാലോ എന്നുള്ളൊരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ്ടോ. ഒരേലം 5 കായ് ഏലങ്ങളൊന്ന് വാങ്ങി കടയിൽ നിന്ന് കണ്ണ് തള്ളും പൈസ കേട്ടാൽ. നമ്മളിങ്ങനെ ഒരു കമ്പ് നട്ടാൽ മതി, നിറച്ചും കായ് കേട്ടോ.
എൻ്റെ അമ്മ ഇനി വേറെ ഇരുന്നതാ എൻ്റെ തോട്ടം കണ്ട് നിങ്ങളൊന്നും പറയരുതേ, ഒരാഴ്ച കഴിഞ്ഞോട്ടെ ഞാൻ തോട്ടം പൗറാക്കിയിടും. അടുത്തത് പയറിൻ്റെ ഇല. ഇതാ പയർ, നീളം പയറിൻ്റെ ഇലേ അതും തളിരാ വേണ്ടത്. ഇതാ കുറേ വള്ളി പോയിട്ടുണ്ട്, അതൊക്കെ തളിര. പലതിൻ്റെ 1-2 വള്ളിയൊന്നും അല്ല ഉണ്ട്, ഇത് അവിടെ ഒക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള സ്ഥലം, അവിടെ പിന്നെ ഒന്നും ഉണ്ടാവൂല, കഴുകി പോക്ക. എന്താ പയറിൻ്റെ ഇല. ഇനി അടുത്തത് പച്ചച്ചീരൻ്റെ ഇതാ പച്ചച്ചീര. നമ്മളെ പത്തിലെ തോരനിൽ ഇത് നിർബന്ധാട്ടോ. തവരയോ ഇതെന്താ നിങ്ങൾ പറയത്, റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും. ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിൽ ഇതില്ല. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണ് ആ റോഡ് സൈഡൊക്കെ. അതുകൊണ്ട് ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ ഇത് പറിച്ചു കൊണ്ടുവന്നാ പത്തിലത്തോരന്. ഇതിൻ്റെ തളിര വേണ്ട കേട്ടോ, ഇതും അതിൽ കൂട്ടണം. ഇതിൻ്റെ തളിര് ഞാൻ 2 എണ്ണം അങ്ങോട്ട് കൊണ്ടുവന്നാ, അത്രേ വേണ്ടൂ. തളിരെടുത്തിട്ട് ഇതെല്ലാം തളിര തന്നെയാണ്. അങ്ങനെ 6-7 എണ്ണമായി. ഇതാ ഇത് നിങ്ങളെന്താ പേര് പറയാന്നുള്ളത് പറയണം കേട്ടോ. അടുത്തത് പൊന്നാങ്കണ്ണി. നമ്മളെ ഭക്ഷണത്തിൽ ദിവസേന ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഇത്. ഈ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞത് കണ്ണിൻ്റെ കാഴ്ച, പകൽ പോലും നക്ഷത്രത്തെ കാണുന്ന അത്രക്കും കണ്ണിന് പവറാണ് ഇത് ദിവസവും കഴിക്കുകയാണെങ്കിൽ. ഇപ്പോൾ പൊന്നാങ്കണ്ണിയും പത്തിനത്തോരലിൽ ഉൾപ്പെടുത്തണം. അടുത്തത് ചുവന്ന ചീരൻ്റെ ഇല. അത് ഇല മാത്രം മതി. പത്തിലത്തോരനിൽ ഉൾപ്പെടുത്തേണ്ട വേറൊരു ചീര ഇതിട്ടോ. ഈ ചീരക്ക് നിങ്ങളെന്താ പേര് പറയുക? ഇതിപ്പം വേലിച്ചീര എന്ന് പറയൂ, ഇംഗ്ലീഷ് ചീര എന്ന് പറയൂ. ഇതിന് എനിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാട്ടോ. ഞാൻ ഈ ടേസ്റ്റ് കാരണമാണ് ഞാൻ ഇപ്പോൾ ഇത് നട്ട തന്നെ. ഞാൻ സൈഡിലൂടെ എല്ലാം ഇത് നട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ ഇങ്ങനെ വളച്ചിട്ട് താഴ്ഭാഗം നിലത്ത് കുത്തിയാൽ നിറയെ തളിര് വരും. തളിര് വരികയാണല്ലോ നമ്മൾ വേണ്ടിയ ഇലക്ക് വേണ്ടിയിട്ട്. ഇതാ ഈ ഇലക്ക് എന്തെങ്കിലും പേര് പറയണം ഉണ്ടോ? ഇവിടെ ഞാൻ പറയാം, ഇത് ഷുഗർ രോഗികൾക്ക് ഷുഗർ ചീര എന്നൊരു പേരുണ്ട് പോലും. അപ്പോൾ ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഏതാണെന്നറിയോ? ചീരച്ചേമ്പ്. ചീരച്ചേമ്പ് യുവത്വം നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ശരീര ചുളിവൊന്നും ഇല്ലാണ്ടൊക്കെ നിൽക്കാൻ പറ്റിയതാണ് ചീരച്ചേമ്പ് കഴിക്കൽ. ഇത് ഹൃദയം ശുദ്ധീകരിക്കാനും ഹൃദയ ആരോഗ്യത്തിനും നമ്മളെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും എല്ലാം ഇത് ഫസ്റ്റാണ്. അപ്പോൾ ഒന്നേ എടുക്കുന്നുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് എടുക്കണ്ട. 11 പറിച്ച് മതി, ഒന്നും കൂടി പറിക്കാണ്ട്. കോവക്ക. അടുത്തത് കോവക്കൻ്റെ. ഞാൻ പറഞ്ഞല്ലോ തളിരാണ് ഇതിന് എടുക്കേണ്ടതെന്നുള്ളത്. അതിങ്ങനെ തളിരിങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഞാനങ്ങനെ ഫുള്ള് പറിച്ചു. പത്തില തോരൻ വെക്കാൻ വേണ്ടി പറിച്ചെടുത്തു. ഞാൻ അകത്തേക്ക് കയറി. എനിക്ക് പറയാനുള്ളത് ഒന്നും തന്നെ പുറത്തുനിന്ന് ഞാൻ കൊണ്ടുവന്നില്ല. ഒന്നുണ്ട് അവര എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത റോട്ടുമ്പോൾ മുളച്ച് അവരയോ എന്താണെന്നുള്ളത് അതിനറിയില്ല. അതല്ലാത്ത മൊത്തം എൻ്റെ വീടിൻ്റെ വട്ടത്തിൽ ഞാൻ പറിച്ചെടുത്തതാട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് തന്നെ കോവക്കൻ്റെ ഇല, ചൊറിത്തുവ, ചീരച്ചേമ്പ്, ഒരു തരം താള് പോലത്തതാണ് ഇത്. ഇതിൻ്റെ പേര് താള് തന്നെയാണ് പറയൽ. ഇത് കുമ്പളങ്ങൻ്റെ ഇല, ഇളവൻ്റെ ഇല, ഇംഗ്ലീഷ് ചീര, മത്തൻ്റെ ഇല, പയറിൻ്റെ ഇല, പച്ചച്ചീര, ചേനൻ്റെ ഇല, പൊന്നാങ്കണ്ണി, ചുവന്ന ചീര, അമര തവര എന്താ നിങ്ങൾ പറയുന്നത് അത്. പിന്നെ അതിനെല്ലാം കൂട്ടാൻ വേണ്ടി നല്ല കാന്താരിയും അതും ഞാൻ ഇവിടെ തന്നെ പറിച്ചെടുത്തതാണ്. ഇതിനിടാനുള്ള തേങ്ങ എടുത്തതാണ്, വെളിച്ചെണ്ണ എൻ്റെതാണ്, ഉപ്പ് മാത്രമേ പുറത്തുനിന്നുള്ളൂ കേട്ടോ, മഞ്ഞളും എൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മൊത്തം കഴുകി വൃത്തിയാക്കി. നമ്മൾ കഴുകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം മഴക്കാലമാണ്, പുഴു ഉണ്ടാവും, ഇലയുടെ അടിയിലുണ്ടാവും പുഴു ഉണ്ടാവും. അപ്പോൾ ഇലേൻ്റെ അടിയൊക്കെ നല്ലോണം പരിശോധിക്കണം. ഈ പുഴുക്കളൊക്കെ മുട്ടയിടുന്ന ഇലയുടെ അടിയിലാണ്. അപ്പോൾ നോട്ടം നന്നായിട്ട് വേണം, അല്ലാണ്ട് പുഴുവൊക്കെ അരിഞ്ഞു പോയാൽ എൻ്റെ അമ്മ വെളുക്കാൻ തേച്ചത്. അങ്ങനെ ഞാനെല്ലാം കഴുകി മുറിച്ചിട്ട് കുറേ അങ്ങ് എത്തി. എനിക്ക് കട്ടിമോടിലൊന്ന് മുറിച്ചിടാൻ അറിഞ്ഞൂടാ, ഞാൻ അങ്ങനെ മുറിച്ചിടുക. എനിക്ക് കയ്യിൽ ഉറവാണ്, ഇത് വേണം, ഇത് നിർബന്ധമാണ്. ഇവിടെ അങ്ങനെ അങ്ങ് ചെറുതാക്കി ഇങ്ങനെ അങ്ങ് മുറിച്ചിടുക. നമ്മൾ കർക്കിടക മാസത്തിലുണ്ടല്ലോ തടി പോറ്റുക എന്നാണ് പറയലേ. ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയോ, മരുന്നുണ്ടാക്കും. കർക്കിടകത്തിൽ മരുന്നുണ്ടാക്കും. കർക്കിടക കഞ്ഞിയുണ്ട്, പിന്നെ കഞ്ഞി പായസം പോലെയാണ്,
പിന്നെ കർക്കിടക മാസത്തിലാണല്ലോ എല്ലാം നമ്മൾ പിന്നെ ഒഴിച്ചിലുണ്ട് കർക്കിടകത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസം ഇങ്ങനെ ദിവസവും ഇല്ലെങ്കിൽ ഓരോ ഇല്ലെങ്കിൽ നമുക്ക് കർക്കിടകത്തിൽ തിന്നാലേ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടും. പിന്നെ അതിൽ ധാരാളം ഫൈബറിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണ് ഇലയിൽ. അപ്പോൾ നമ്മുടെ ദഹനം എളുപ്പമാവും. ദഹന പ്രക്രിയ നല്ല സുഖമായിട്ട് നടന്നാൽ തന്നെ നമുക്ക് ഒരു ആരോഗ്യം കിട്ടും. വയറ് സംബന്ധമായ അസുഖമൊക്കെ അങ്ങ് മാറും. പിന്നെ നമ്മളെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളൊക്കെ പുറന്തള്ളും ഇങ്ങനെയുള്ള പത്തില തോരനൊക്കെ കഴിച്ചാൽ. പിന്നെയെന്ന് പറഞ്ഞാൽ പല്ലിനും എല്ലിനും എല്ലാം നല്ലതായത്. പിന്നെ പൊന്നാങ്കണ്ണി പോലത്തെ ഉള്ളത് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ചക്ക്, പിന്നെ ചീരച്ചേമ്പുള്ളത് കൊണ്ട് ചെറുപ്പം നിലനിർത്താൻ, ഹൃദയ ആരോഗ്യത്തിന് എല്ലാം കൊണ്ടും ഇത് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിത് കഴിക്കണം. ഇനിയിപ്പോൾ ഇല്ലാത്തവർ വാങ്ങി കഴിക്കാനും കഴിയല്ല. പത്തിലത്തോരനും പത്തിലൊക്കെ വിൽക്കാൻ വരെയുണ്ട്. അരിഞ്ഞ് കഴിഞ്ഞ് തേങ്ങ വേണം. തേങ്ങ ചേർന്നുമ്പോൾ അറിയാണ്ട് തിന്നു പോകും. നിങ്ങൾക്ക് ഉണ്ടാകും സ്വഭാവം. തേങ്ങ ചേരണ്ടി കാന്താരി നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇനി തേങ്ങ എടുത്ത് ചെറിയുള്ളി കാന്താരി, അടിപൊളി കാന്താരിയാണ്. അതൊന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ വറവിടുന്നത് എന്താ അറിയോ? ഞങ്ങളിവിടെ വയനാട്ടുകാർ വെപ്പ് ഇതാട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയെന്നുള്ള അറിയില്ല. കടുകൊന്നും ഞങ്ങൾ ഉപയോഗിക്കൂല അതിൽ. വറവിടാൻ വെളുത്തുള്ളി നന്നാക്കി തോലൊക്കെ പൂക്കി കുപ്പായൊക്കെ ഒഴിവാക്കി നല്ല കുട്ടിക്കാൻ പെടുത്തുന്നു. അത് ചതക്കണം. ഇതൊന്ന് ഞാൻ മിക്സിയിലിടട്ടെ കേട്ടോ. ഒന്ന് ഒറ്റ കറക്ക് ഒന്ന് ചതക്കി എടുത്തു. ഒന്നിങ്ങനെ ചതക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുമ്പേ ഇതൊക്കെ ഇതിലേക്ക് അങ്ങ് ഇടും. ഇത് നല്ല വേണമെന്നറിയാം. കാന്താരിൻ്റെ വേണം. ഈ കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാനൊക്കെ നല്ലതാട്ടോ. ഷുഗർ പ്രഷറുള്ളവർക്കൊക്കെ അത് കഴിക്കാം കേട്ടോ. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു തുള്ളി വെള്ളം ചേർക്കൂല കേട്ടോ. ഒരു തുള്ളി വെള്ളം ചേർക്കൂല. ഉപ്പ് കൂടിപ്പോയാൽ കഥ കഴിഞ്ഞ്. കുറഞ്ഞാൽ പിന്നെ ഇടുക. ഇത് കുറേ ഉണ്ട്. ഞാൻ അത്ര ഒന്നും വെക്കലില്ല. എല്ലാം കൂടി പത്തിലാന്ന് കേട്ട് അരിഞ്ഞു വെക്കുമ്പോൾ കുറേ ആയിപ്പോയി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലായിടത്തും ഒന്ന് മിക്സാക്കുക. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാനെല്ലാം മൺചട്ടിയിലാട്ടോ വെക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇതിപ്പം വയനാടായിട്ട് നമ്മളെ വെളിച്ചെണ്ണ ഉച്ചയായിട്ടും നട്ടുച്ചയായിട്ടും ഇവർ ഒന്നിയില്ല കേട്ടോ. ഇവരെ സ്ഥിതി അത് ഒന്നിയില്ല. ഞങ്ങളിവിടെ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് വെളിച്ചെണ്ണ കുപ്പിയിലൊന്നും എടുത്തേക്കാൻ പറ്റൂല. ഇങ്ങനെ കിട്ടൂരല്ല, ഞെക്കിയാൽ അങ്ങോട്ട് പോരൂര. എടുത്ത് ചൂടായിട്ട് വെളുത്തുള്ളി ചതക്കി വെച്ചിട്ടുണ്ട്. അതും എൻ്റെ കയ്യിൽ നോക്കി ചിരട്ടക്കയിൽ മൺചട്ടി വിറകടുപ്പാകുമ്പോൾ സൂപ്പറായിരുന്നു, വിശേഷമായിരുന്നു. പക്ഷേ വിറകടുപ്പ് ഞാനിപ്പോൾ ഉപയോഗിക്കലില്ല. ഇത് നല്ല ഗോൾഡൻ കളർ ഇങ്ങോട്ട് വരണം. എന്നിട്ടാണ് നമ്മൾ ചപ്പ് ഇടേണ്ടത്. ഇപ്പം നല്ല വെള്ള കളറാണ്. അങ്ങനെ ഗോൾഡൻ കളറായി കഴിഞ്ഞു. ഗോൾഡൻ കളർ ആയാൽ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മൾ അരിഞ്ഞ് വെച്ച് കുഴച്ച് വെച്ചത് ഇതിലേക്ക് ഇടും. വേഗമാവും. മൺചട്ടി ചൂടായി കിട്ടാനാ പാട്. ചൂടായി കഴിഞ്ഞാലോ വല്ല പിടിച്ചാൽ കിട്ടൂല. പിന്നെ വേഗം തീ കുറച്ചോളണം. ചപ്പ് ഇടലും കരിയലും ആയിരിക്കും. ഒന്നും ചേർക്കണ്ട, എല്ലാം ചേർത്ത് കഴിഞ്ഞതാ, യോജിപ്പിച്ചതാ. നല്ലോണം ഒന്ന് യോജിപ്പിക്കട്ടെ കേട്ടോ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ലേ. ചപ്പിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതല്ലാണ്ട് തന്നെ വീഴും. ഒന്ന് യോജിപ്പിക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം കുറേ അല്ലേ ഉണ്ടാക്കി കഴിയുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇതുകൊണ്ട് അങ്ങ് അടച്ച് വെക്കുക.
അടച്ച് വെച്ച് കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്കൊന്നും കൂടി ഇളക്കിയിടണം. അങ്ങനെ വേവുന്ന വരെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇളക്കിയിടുക. കുറച്ച് കഴിയട്ടെ, നമുക്ക് നോക്കാം. കുറച്ചതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇളക്കിയൊക്കെ ഇട്ടിരുന്നു. ഇതാ അടിപൊളി ഇതാ പത്തിലത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതാ ഒപ്പം നല്ല സ്മെല്ലും ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലെടുത്ത് വെക്കാം. പ്ലേറ്റിലേക്ക് വിളമ്പട്ടെ കേട്ടോ. എനിക്ക് ചോറുന്നാൻ ധൃതിയായിപ്പോയിട്ടോ അത് കണ്ടപ്പോൾ. അത് കുറേ ഉണ്ട്, അതുകൊണ്ട് വലിയ പാത്രം എടുത്തതാ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലൂടെ ഞാൻ തിന്നുന്നില്ല കേട്ടോ, അതെനിക്ക് സങ്കടമാണ്. എൻ്റെ ഫാന് കുട്ടികളടക്കമുണ്ട്. ഇത് ഇത്ര അധികമൊന്നും ചക്കച്ച പോലെ തിന്നിയൊന്നും വേണ്ട. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോട്ടെ. അങ്ങനെ ഇവിടെ പത്തിലത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ പിന്നെ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഴിക്കുക ഒഴിച്ചിലൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ കഴിക്കും. ഇത് കഴിക്കുന്നത് നല്ലതാണ്. ചീര എന്ന് പറഞ്ഞാൽ ഞാൻ കർക്കിടകത്തിലല്ല എപ്പോഴും കഴിക്കും. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ, അവർക്ക് വേണ്ടി ഞാൻ ഓരോന്ന് ഉണ്ടാക്കി കാണിച്ച് തന്നതാണ് കേട്ടോ. ഞാൻ തിന്നുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ മുമ്പ് വെച്ചിട്ട്, ഇങ്ങനത്തെ ഇത്രയും ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഞാൻ തിന്നുന്നില്ല. ഭയങ്കര ഇഷ്ടമുള്ളവരാണല്ലോ ചപ്പൊക്കെ, ചീരച്ചപ്പ്. അപ്പോൾ എൻ്റെ പത്തിലത്തോരൻ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.